ഹലോ, നമസ്കാരം. അത്ര സന്തോഷമുള്ള ദിനങ്ങളിലൂടെ എല്ലാവരും 4-5 ദിവസമായിട്ട് കടന്നു പോകുന്നത്. കുറേയേറെ അപകടങ്ങള്, മരണങ്ങള്. അതില് 2 ദിവസം മുമ്പ് നടന്ന വെടിക്കെട്ട് അപകടം നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു അപകടമായിരുന്നില്ല 2 ദിവസം മുമ്പ്. ഞാനപ്പോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയതിന് ശേഷം വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് 2 ദിവസം വൈകിയത്. ആ അപകടത്തില് ജീവൻ നഷ്ടപ്പെട്ടവർക്കൊക്കെ കണ്ണീർ പ്രണാമങ്ങൾ. അവരുടെ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള കരുത്ത് സർവേശ്വരൻ നൽകട്ടെ. ഒരുപാട് വീഡിയോസ് കണ്ടു, രക്ഷാപ്രവർത്തനങ്ങൾക്ക് നിന്നിരുന്നവരുടെയും അതുപോലെ ഈ അപകടം നടക്കുന്നതിന് മുൻപ് ഉള്ള ആൾക്കാരുടെ പ്രതികരണങ്ങളും കാര്യങ്ങളുമെല്ലാം. പറയാനുള്ളത് വേറൊന്നല്ല, തൃശ്ശൂർ പൂരാണ് വരാൻ പോകുന്നത്. ഈ ഒരു വെടിക്കെട്ട് അപകടത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. ഇങ്ങനൊരു കാര്യം പറഞ്ഞത് കൊണ്ട് എന്നെ ആരും പൊങ്കാലിടാനായിട്ട് വരണ്ട. ഇത് കണ്ടുനോക്കിട്ട ആ അപകടം നടക്കുന്നതിന് മുൻപുള്ള അവരുടെ ആ സന്തോഷം ഒന്ന് കണ്ടുനോക്ക്. അയ്യോ അത്ര വേണ്ടോ, അത് പോയി. ഈ ഒരു വെടിക്കെട്ട് അപകടത്തെ മുൻനിർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും വെടിക്കെട്ടും അതിനനുബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം, ഞാനടക്കം ഏതൊരു തൃശ്ശൂർക്കാരനും ചെറുപ്പം മുതലേ ഹൃദയത്തിലേറ്റിയ കാര്യങ്ങളാണ് ഈ വെടിക്കെട്ടും തൃശ്ശൂർ പൂരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ ഒരു കാര്യം ഒരു മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് മനുഷ്യജീവനേക്കാൾ വിലയുള്ളത് വേറൊന്നും ഇല്ലല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റതിനേക്കാളും വില മനുഷ്യജീവന് തന്നെയാണ്. ഒരുപാട് ആളുകൾ ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, അത് കാണാതെയല്ല, അത് സത്യം തന്നെയാണ്. ഒരുപാട് കുടുംബങ്ങളിലെ അന്നമാണ് ഈ പടക്ക നിർമ്മാണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ജോലിക്ക് പോകണോ എന്നുള്ളത് അവരവർ സ്വയം തെരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നോക്കിയാൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരുടെ വാക്കുകളാണ്. കുട്ടി നല്ല നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം അത്യാവശ്യം തെറിച്ചു പോയിട്ടുണ്ട്. 10-40 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. കുറെ ആൾക്കാരെ ഹോസ്പിറ്റലുണ്ടായി, കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. കുറെ എല്ലായിട്ടും കുറെ കഷ്ണങ്ങളായിട്ടും കുറെ കിട്ടി. അതായത് കൈയും കാലും അങ്ങനെ തലയിലും കുറെ ഉണ്ടായിരുന്നു. ഇത് പൊട്ടി കഴിഞ്ഞിട്ട് തന്നെ ഫസ്റ്റ് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ വീണ്ടും ഒരു കയ്യാറിനായിരുന്നു. പിന്നെ ഒരു ഉടലി അതൊക്കെ ഫസ്റ്റ് കിട്ടിയത്. അത് അവിടേക്ക് തെറിച്ചു പോയത്, ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെ പൊട്ടിക്കൊണ്ട് വരുന്നു. ഇവിടെ ആ പറമ്പെന്നൊക്കെയാണ് കയ്യും കാലം. അത് എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം ഇവിടെയൊക്കെ ഇപ്പൊ നന്നായി പൊട്ടിക്കൊണ്ട് നിൽക്കുക. ഇതൊക്കെ വെള്ളം അണച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നു തുടങ്ങിയത്. ഇവിടെ വന്നപ്പോൾ കുറച്ച് വേറെ കിട്ടി. അവിടേക്ക് തെറിച്ച് ഒരു 10-300 മീറ്റർ അകലെ തെറിച്ചു പോയത്. കൈ കാല് ഒക്കെ വേറെ ഉണ്ടായിരുന്നു, തലയില്ലാത്ത കൂടി അങ്ങനെയൊക്കെ തെറിച്ചു പോയി. വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധത്തിന്റെ പേരിലോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്നതിന്റെ പേരിലോ ആ ഒരു ജോലി തന്നെ തുടർന്നുകൊണ്ട് പോകുമ്പോൾ അതൊരു ജീവന് തന്നെ ഭീഷണിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് നിർത്തേണ്ട സമയങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു ആഘോഷം പൂർണ്ണമാവണമെങ്കിൽ അത് ഇതുപോലെ സാധാരണ പൂരം, പെരുന്നാള് അങ്ങനെയുള്ള മറ്റുള്ള ആഘോഷങ്ങള് പരിസമാപ്തിയിലെത്തുന്നത് വെടിക്കെട്ട് ആഘോഷങ്ങളോടെയാണ് അല്ലെ. ഇങ്ങനെ ഒരു സന്ദർഭത്തില് ഓരോരുത്തരുടെയും ജീവന് ഭീഷണിയാണ് എന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഏതൊരു കാര്യങ്ങളും പോലെ തന്നെ ഈ സംഭവം കുറച്ച് നാളുകൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടും എന്നല്ലാതെ അത് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ എല്ലാവരും മറക്കും. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിനാണ് അല്ലെ. നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മൾ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കൊടുത്തത് കൊണ്ടൊന്നും നഷ്ടപ്പെട്ട കുടുംബത്തിന് ആ നഷ്ടപ്പെട്ട ആളുടെ ജീവന് പകരമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര മൃതശരീരങ്ങൾ, മൃതദേഹം എന്നൊക്കെ പറയാനായിട്ട് പറ്റില്ല അല്ലെ. കാരണം എല്ലാം ചിന്നിച്ചെതറിയിട്ടാണ് എന്നാണ് പറയുന്നത്. കേൾക്കുമ്പോ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ കാണുമ്പോഴത്തെ കാര്യം എന്തായിരിക്കും. 9-10 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. തിരിച്ചറിയപ്പെടാതെ എത്ര പേരുണ്ട് എന്നുള്ളതൊന്നും ഇപ്പോഴും അറിയില്ല. അപ്പൊ അതുപോലെയുള്ള ദുരന്ത അനുഭവങ്ങളെ മുൻനിർത്തി ഉചിതമായ ഒരു തീരുമാനങ്ങള് എടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി കണ്ണീർ പ്രണാമങ്ങൾ.